Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെ പാർട്ടാണ്. അതായത് കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്സ് എല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് എവിടെ വെച്ചാണ് കൂളംസ് ലോ ആയിരുന്നു അല്ലെ. കൂളംസ് ലോ അതുപോലെ തന്നെ അതിന്റെ വെക്ടർ ഫോം, ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇന്ന് നോക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ആണ്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ്. ഈ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോ നേരത്തെ രണ്ട് വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം ഇന്നത്തെ വീഡിയോ കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും കമന്റ്സും എല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. സോ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇലക്ട്രിക് ചാർജസിനെ കുറിച്ചിട്ടാണ് നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പോയിന്റ് ചാർജസിന് ഇടയ്ക്ക് ഉണ്ടാവുന്ന ഫോഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് കൂളംസ് ലോയിൽ നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി ഇവിടെ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് ഒരു നമ്പർ ഓഫ് ചാർജസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതായത് ഹിയർ വി ക്യാൻ സി എ നമ്പർ ഓഫ് ചാർജസ് Q1, Q2, Q3, Q4 എക്സെട്ര Qn. അത്ര n നമ്പർ ഓഫ് ചാർജസ് ഒരു ഇന്ററാക്ട് ചെയ്യാണെന്ന് വിചാരിക്കുക. അതായത് Q0 എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജിൽ നിന്ന് R1 ഡിസ്റ്റൻസിൽ ഉള്ള ഒരു പോയിന്റ് ആണ് Q1. അതേപോലെ തന്നെ Q2 എന്ന് പറയുന്ന ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് R2 ഫ്രം ദ ചാർജ് Q0. then R3 ഡിസ്റ്റൻസിലുള്ള പോയിന്റ് ആണ് Q3. then R4 ഡിസ്റ്റൻസിലുള്ള പോയിന്റ് ആണ് Q4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Q0യില് എല്ലാ ചാർജുകളും എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. അതായത് Q0 എന്ന് പറയുന്ന ഒരു ചാർജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് Q1 ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും R1 എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് കൂളംസ് ലോ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവയ്ക്കിടയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ Q2 ചാർജ് കൊണ്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ Q3 ചാർജ് കൊണ്ടൊരു ഫോഴ്സ് Q0യിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ഫോഴ്സ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ യൂസ് ചെയ്യുന്നത്. എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, അതായത് when a number of charges are interacting then the total force on the given charge, അതായത് ഇവിടെ Q0യിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും, that will be the vector sum of forces exerted on it due to all other charges. അതായത് ഇവിടെ Q0യിൽ ആക്ട് ചെയ്യുന്ന ഓരോ ഫോഴ്സിന്റെയും വെക്ടർ സമ്മിന് ഈക്വൽ ആയിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്നത്, അതായത് Q0യിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ കാണാന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു Q0 എന്ന് പറയുന്ന ഒരു ചാർജില് R1 ഡിസ്റ്റൻസിലുള്ള പോയിന്റ് ആണ് Q1. അപ്പോ ഇവിടെ Q0യിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെ കാണാൻ പറ്റും, അതായത് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ Q0 ഡ്യൂ ടു Q1 എന്തായിരിക്കും, F1 എന്ന് എഴുതാം നമുക്ക് അല്ലെ. സോ അതേപോലെ തന്നെ ദ ഫോഴ്സ് on Q0 due to Q2 will be equal to F2. then the force on Q0 due to Q3 will be F3. like that we can find the forces. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ Q0യിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഫോഴ്സ് will be the vector sum of the forces exerted on it due to all other charges. അപ്പൊ എങ്ങനെ കാണാൻ പറ്റും, F will be equal to F1 plus F2 plus F3 plus F4 ആയിരിക്കും. ഇവിടെ F1 എന്ന് പറയുന്നത് എന്താണ്, the force on Q0 due to Q1. then F2 is the force on Q0 due to Q2. അതായത് ഓരോ ചാർജുകളും ഉണ്ടാക്കുന്ന ഫോഴ്സ് കണ്ടിട്ട് എന്ത് ചെയ്താൽ മതി, അവയുടെ വെക്ടർ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഫോഴ്സ് ആയിരിക്കും എന്ത്, Q0യിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഹൗ വി ക്യാൻ ഡിഫൈൻ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് when a number of charges are interacting the total force on a given charge is the vector sum of the forces exerted on it due to all other charges. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ചാർജസിന്റെയും വെക്ടർ സമ്മിന് ഈക്വൽ ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് F is equal to F1 plus F2 plus F3 plus etc. Fn if there are n number of charges. വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതേ ഉള്ളൂ. അവയുടെ വെക്ടർ സം ആണ്, അതുകൊണ്ട് തന്നെ വെക്ടർ സൈൻ ഇടാൻ മറന്നു പോരുത്. അപ്പോൾ വെക്ടർ ആണ് നമ്മൾ കാണുന്നത്. വെക്ടർ F is equal to വെക്ടർ F1 plus വെക്ടർ F2 plus വെക്ടർ F3 plus etc. plus വെക്ടർ Fn. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വി ഹാവ് ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് വളരെ ഫെമിലിയർ ആണ് അല്ലെ. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ, ഒരു മാഗ്നറ്റ് എടുത്താൽ അതിന് ചുറ്റും എന്താണ് മാഗ്നറ്റിന്റെ ഇൻഫ്ലുവൻസിൽ ഒരു റീജിയൻ ഉണ്ടാവും. അതായത് ഇപ്പൊ നമ്മൾ ആ ഒരു മാഗ്നറ്റിന് അടുത്തൊരു നെയിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി എൻ അട്രാക്ഷൻ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ആ ഡിസ്റ്റൻസ് കൂട്ടിക്കൊണ്ടുവന്നാലോ, അതായത് മാഗ്നറ്റിന്റെ അടുത്ത് നിന്നുള്ള ഡിസ്റ്റൻസ് കൂട്ടി വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് നെയിൽ കുറച്ച് ദൂരത്തേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ,
ആ എഫക്ട്, അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ഒരു ഇലക്ട്രിക് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ചാർജിന് ചുറ്റും there will be a region around that where its influence is felt. അതായത് ആ ഒരു ഇലക്ട്രിക് ചാർജിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്ന ഒരു റീജിയനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദ റീജിയൻ അറൌണ്ട് എ ചാർജ് വേർ ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഈസ് ഫെൽറ്റ്. അപ്പൊ നമ്മൾ നേരത്തെ മാഗ്നറ്റിന്റെ കേസിൽ പറഞ്ഞു, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ, അതായത് അയൺ അല്ലെങ്കിൽ ഒരു നെയിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ നമുക്ക് ആ മാഗ്നറ്റിക് എഫക്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതേപോലെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ റീജിയനകത്ത്, അതായത് ആ ഒരു ഇലക്ട്രിക് ഫീൽഡിന് ചുറ്റിലും വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യാണ്, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവയ്ക്കും. അതിനെ നമ്മൾ ടെസ്റ്റ് ചാർജ് എന്നാണ് പറയുക. അപ്പൊ നമ്മൾ വെക്കുന്ന ചാർജിനെ സോഴ്സ് ചാർജ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു ഇലക്ട്രിക് ചാർജിനെ നമ്മൾ സോഴ്സ് ചാർജ് എന്നാണ് പറയാ. ആ സോഴ്സ് ചാർജിന് അതിന്റെ എത്ര ഏരിയയിലാണ് അല്ലെങ്കിൽ എത്ര റീജിയനിലാണ് അതിന്റെ ഇന്റൻസിറ്റി ഉള്ളത്, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ റീജിയനകത്ത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവന്ന് വെക്കും. അതിനെയാണ് നമ്മൾ ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ യൂസിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പൊ എങ്ങനെ പറയാം, അതായത് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് point will give us the intensity of electric field or electric field intensity. അപ്പോൾ electric field intensity കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, the force acting on a unit positive charge placed at that point that we have to calculate. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണാന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഒരു സോഴ്സ് ചാർജ് എടുക്കുകയാണ്. ആ സോഴ്സ് ചാർജിന് അടുത്തായിട്ട് എന്ത് ചെയ്യും, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പൊ അവയ്ക്കിടയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണെന്നുള്ളത് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് കാണാന്നുള്ളത് നോക്കി നോക്കാം. ഇവിടെ ഹിയർ വി ആർ ടേക്കിംഗ് a positive charge or a electric charge. Okay, here we are taking a electric charge Q and this is our source charge, and here we are placing Q, small letter q, that is the test charge at a distance r from the source charge. അതായത് സോഴ്സ് ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ടെസ്റ്റ് ചാർജ് വെക്കുകയാണ്. അപ്പൊ ഈ ടെസ്റ്റ് ചാർജ് വെക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു, അതൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. ആൻഡ് ഹിയർ വി ആർ പ്ലേസിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എത്ര ഭാഗത്തേക്ക് ഉണ്ട്. സോ ബൈ കാൽക്കുലേറ്റിംഗ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദി യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വി ക്യാൻ ഫൈൻഡ് ദ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ക്ലിയർ ആണല്ലോ. അപ്പൊ എത്രയാണ് അവിടെ ഉണ്ടാവുന്ന ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ Q എന്ന് പറയുന്ന സോഴ്സ് ചാർജ് വെച്ചു. ഇതിന് ചുറ്റും ഒരു റീജിയൻ ഉണ്ടാവും. the influence of this electric charge will be there. Okay, so we are placing a unit positive charge in somewhere over here. ഇവിടെ അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചിട്ടുണ്ട്. സോ ഹിയർ വി ആർ ഗെറ്റിംഗ് ടു ചാർജസ്, ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ r. then how we can find the force acting on this unit positive charge? എങ്ങനെ കാണാൻ പറ്റും, F will be equal to, by using Coulomb's law, 1/4 pi epsilon 0 q by r square. That is, the two charges are capital Q and small q and the distance is r, so that will be proportional to q by r square. So the equation becomes F is equal to 1/4 pi epsilon 0 q by r square എന്ന് കിട്ടും. ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ q എന്ന് പറയുന്നത് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. സോ if we are giving q is equal to 1, how the equation changes, എന്തായിട്ട് മാറും equation, F is equal to 1/4 pi epsilon 0 capital Q by r square. So that force is known as electric field intensity, that can be represented by E. So here E is equal to 1/4 pi epsilon 0 Q by r square. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. E is equal to 1/4 pi epsilon 0 Q by r square എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആണല്ലോ. കാരണം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി is the force acting on a unit positive charge placed at that point ആണ്. It is the force acting on a unit positive charge. So here we are calculating the force acting on this unit positive charge Q, okay, which is placed at a distance r from the source charge. So here we are using Coulomb's law to find the force. So F is equal to 1/4 pi epsilon 0 q by r square, and here Q is equal to 1. Therefore, we are getting 1/4 pi epsilon 0 into Q by r square. So this force is equal to the electric field intensity, that is equal to E. So E is equal to 1/4 pi epsilon 0 Q by r square. Okay, നമ്മൾ പഠിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഇലക്ട്രിക് ഫോഴ്സിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്.
That was 1 by 4 pi epsilon 0 QQ by R square or Q1 Q2 by R square. Okay. ഇനി അടുത്തത് ഫീൽഡ് ആയപ്പോ എന്താണ്? That is 1 by 4 pi epsilon 0 Q by R square. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കുക. പിന്നെ പഠിക്കാൻ പോകുന്ന ഇക്വേഷൻസ് എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആ കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നുള്ളത് ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. Suppose here we are taking the source charge as positive. നമ്മൾ പറഞ്ഞു ഒരു സോഴ്സ് ചാർജ് വെച്ചിട്ടുണ്ട്, അതിനകത്താണ് നമ്മൾ അടുത്താണ് ടെസ്റ്റ് ചാർജ് വെച്ചിട്ടുള്ളത്. ടെസ്റ്റ് ചാർജ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്, അപ്പൊ അതെപ്പോഴും പോസിറ്റീവ് ചാർജ് ആണ്. സപ്പോസ് ഹിയർ വി ആർ ടേക്കിംഗ് ദ സോഴ്സ് ചാർജ് ആസ് പോസിറ്റീവ് ചാർജ്, അതായത് +q ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഹൗ ദ ഡയറക്ഷൻ വിൽ കം, അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ +q ചാർജ് ആണ്, ഇവിടെ വീണ്ടും +1 ചാർജ് +1 കൂളം ആണ്. അപ്പൊ അതുകൊണ്ട് രണ്ടും പോസിറ്റീവ് ചാർജസ് ആയതുകൊണ്ട് they will repel അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഡയറക്റ്റഡ് away from the charge ആയിരിക്കും. So the direction is as shown in the figure. So here if the source charge is positive, the electric field will be directed away from the charge. The reason മനസ്സിലായല്ലോ. ഇനി നെഗറ്റീവ് ആണ് സോഴ്സ് ചാർജ് എങ്കിൽ, if the source charge is negative, what will happen? The electric field, here we have positive charge and here we have negative charge. So this will attract, രണ്ടും opposite charges ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ they will attract each other. So the electric field will be directed towards the charge. അപ്പൊ ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് കാണാൻ പറ്റും, towards the charge ആണെന്ന് കാണാൻ പറ്റും. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? E is equal to F by Q ആണ് അല്ലെ. അതായത് നമ്മൾ E is equal to F by Q എന്നുള്ളത് കണ്ടതാണ്. ഇനി അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? അപ്പോ ഫോഴ്സ് ബൈ ചാർജ് ആണ്. സോ ദാറ്റ് വിൽ ബി ന്യൂട്ടൺ പെർ കൂളം, അതായത് ഓർ വോൾട്ട് പെർ മീറ്റർ. സോ ദ യൂണിറ്റ് ഈസ് ന്യൂട്ടൺ പെർ കൂളം ഓർ വോൾട്ട് പെർ മീറ്റർ. ഇനി ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, നമ്മളിവിടെ ഡയറക്ഷൻ പറഞ്ഞപ്പോഴേ നമുക്കത് അണ്ടർസ്റ്റുഡ് ആണ്. ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. സോ ദിസ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ കൂളം ഓർ വോൾട്ട് പെർ മീറ്റർ ആണ്. E is equal to F by Q ആണ്. Then it is a vector quantity, and when the source charge is positive, the electric field is directed away from the charge. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഇവിടെ വരച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇവിടെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് പോസിറ്റീവ് ചാർജസ് എന്ത് ചെയ്യും? They will repel. അപ്പൊ അതുകൊണ്ട് തന്നെ that will be directed away from the positive charge. And here if it is negative, the source charge is negative, the electric field will be directed towards the charge. Okay, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് നോക്കാൻ പോകുന്നത്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് നോക്കാം. Now we have electric field lines. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇമാജിനറി ലൈൻസ് ആണ്, which are used to represent electric field. ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇമാജിനറി ലൈൻസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് റിയൽ ആണ്, പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഇമാജിനറി ലൈൻസ്. അപ്പൊ അത് ഓർത്തിരിക്കണം, ഇമാജിനറി ലൈൻസ് ദാറ്റ് വിൽ റെപ്രസെന്റ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് അതിന്റെ ചില പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം പോസിറ്റീവ് ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് ഒറിജിനേറ്റ്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് ഓൺ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഹിയർ വി ഹാവ് എ പോസിറ്റീവ് ചാർജ്, സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് ഒറിജിനേറ്റ്സ് ഫ്രം പോസിറ്റീവ് ചാർജ്. സോ ആരോ മാർക്ക് ഇടുന്ന സമയത്ത് എന്തായിരിക്കും? ഔട്ട്വേർഡ്സ് ആയിരിക്കും നമ്മൾ ഇവിടെ ആരോ മാർക്ക് ഇടുന്നത്. ഇഫ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജിൽ നിന്ന് എപ്പോഴും എന്ത് ചെയ്യും? ഒരു ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് വിൽ ഒറിജിനേറ്റ്. ആൻഡ് അതേപോലെ തന്നെ എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? നെഗറ്റീവ് ചാർജിലാണ്. സോ ഇഫ് ഇറ്റ് ഈസ് എ നെഗറ്റീവ് ചാർജ്, ദ ആരോ മാർക്ക് വിൽ ബി കമ്മിങ് ഇൻവേർഡ്സ്. ഈ രീതിയിലായിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആരോ മാർക്ക് ഇൻവേർഡ്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ദാറ്റ് വിൽ ബി എ നെഗറ്റീവ് ചാർജ്. അപ്പൊ അത് ഓർത്തിരിക്കുക, ദ ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് ഒറിജിനേറ്റ്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് ഓൺ നെഗറ്റീവ് ചാർജ്. ഓക്കെ, അപ്പൊ എൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? നെഗറ്റീവ് ചാർജിലായിരിക്കും. ഒറിജിനേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിലായിരിക്കും. അതേപോലെ തന്നെ നമ്മളൊരു ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് ഉണ്ട്, നമ്മളിവിടെ പറഞ്ഞു ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതിൽ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഹിയർ വി ഹാവ് എ പോസിറ്റീവ് ചാർജ് ആൻഡ് ഹിയർ വി ഹാവ് നെഗറ്റീവ് ചാർജ്. ഇഫ് ഇറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം ഹിയർ, ഇറ്റ് വിൽ ബി മൂവിംഗ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഈ രീതിയിലായിരിക്കും ആരോ മാർക്ക് വരുന്നത്, ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇതിൽ നമ്മളൊരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ we will get the direction of electric field at that point. അപ്പൊ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമുക്ക് ഇവിടെ ഒരു സപ്പോസ് ഹിയർ വി ഡ്രോ എ ടാൻജന്റ്, ദിസ് വിൽ ഗിവ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്. അപ്പൊ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനിനകത്ത് നമ്മൾ വരയ്ക്കുന്ന tangent drawn at a point on the electric field line will give the direction of electric field at that point. അപ്പോൾ ഓരോ പോയിന്റിലും നമുക്ക് ഇവിടെ ഇപ്പോ ഈ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഡയറക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ here we can draw a tangent. അങ്ങനെ ഓരോ പോയിന്റിലും എന്ത് ചെയ്യാൻ പറ്റും?
ഓരോ ടാൻജൻസ് വരച്ചു കഴിഞ്ഞാൽ we will get the direction of electric field. So that is the another point. Tangent drawn at a point on the electric field line will give the direction of electric field at that point. പിന്നീട് അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ two lines of force. അതായത് നമ്മൾ പറഞ്ഞു ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ നമുക്ക് കിട്ടും, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് കിട്ടുന്നത്. ഇനി രണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്തെയില്ല, ഇന്റർസെക്ട് ചെയ്യില്ല. two lines of force will never intersect each other. അപ്പൊ എന്തായിരിക്കും റീസൺ ഉണ്ടാവുന്നത്? അതായത് നമ്മൾ ഒരു പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റ് will give the direction of field at that particular point. അപ്പൊ രണ്ട് പോയിന്റ്സ് തമ്മിൽ കോയിൻസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ what does it mean? അതായത് there should be two directions for electric field at that particular point, അല്ലെ? അപ്പൊ രണ്ട് പോയിന്റും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? there will be two directions for electric field. Okay, it is not possible. അതായത് ഒരിക്കലും ഒരേ പോയിന്റിൽ എന്തുണ്ടാവാൻ പാടില്ല, രണ്ട് ഡയറക്ഷൻ for electric field is not possible. അതുകൊണ്ട് തന്നെ two lines of force will never intersect each other. അപ്പൊ അതൊരു പോയിന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. Then number of lines of force passing through normally through an area will give the strength of electric field. നമ്മൾ പറഞ്ഞു ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കൂടുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് കൂടുതലാണെങ്കിൽ there will be more intensity of electric field, or the strength of the electric field will be more if the number of lines of force passing through that area is more. ആ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാം? അവിടുത്തെ ഫീൽഡിന്റെ സ്ട്രെങ്ത് വളരെ കൂടുതലാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫീൽഡ് ലൈൻസ് പാരലൽ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, നമുക്ക് അവിടെ ഉണ്ടാവുന്ന ഡെൻസിറ്റി അതായത് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ് വിൽ ഗിവ് ദ സ്ട്രെങ്ത് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റിക്ക് അനുസരിച്ച് എന്ത് കാണാൻ പറ്റും? നമുക്ക് അവിടെ ഉണ്ടാവുന്ന സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു സ്റ്റാറ്റിക് ചാർജ് കാരണം അവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാവില്ല. ഓക്കെ, അതായത് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു സ്റ്റാറ്റിക് ചാർജസ് നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്സ്. അപ്പൊ അവിടെ എന്തുണ്ടാവുന്നില്ല? സ്റ്റാറ്റിക് ചാർജസ് കാരണം അവിടെ ഒരിക്കലും ക്ലോസ്ഡ് ലൂപ്സ് ഫോം ചെയ്യുന്നില്ല. അപ്പൊ കുറച്ച് പോയിന്റ്സ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അത് വരയ്ക്കാനും പഠിച്ചിരിക്കണം, എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ചാർജിൽ നിന്നായിരിക്കും. ദാറ്റ് വിൽ എൻഡ് ഇൻ നെഗറ്റീവ് ചാർജ്. അപ്പൊ ഡയഗ്രംസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. അതായത് പോസിറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഒറിജിനേറ്റിംഗ് ഫ്രം ദർ ആൻഡ് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? നെഗറ്റീവ് ചാർജിലാണ്. സോ ആരോ മാർക്ക് വിൽ പോയിന്റ് ഇൻവേർഡ്സ്. അപ്പൊ ആ ഡിഫറൻസ് നിങ്ങൾക്ക് അതിന്റെ ഡയഗ്രംസ് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് അത് വരയ്ക്കുന്നത് എന്നുള്ളതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ പോയിന്റ്സ് ഒന്നും കൂടെ പറയാം. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ imaginary lines used to represent electric field, and it originates from positive charge and ends on negative charge, and tangent drawn on an electric field line will give the direction of electric field at that point, and two lines of force will never intersect. If they intersect, what does it mean? It means that there will be two directions for electric field at that particular point. So that is not possible. That is why two lines of force will never intersect each other. And the number of lines of force passing through an area will be proportional to the strength of the electric field. Number of lines of force is proportional to the strength of electric field, and in a uniform electric field the field lines will be parallel. Okay, അപ്പൊ കുറച്ച് പോയിന്റ്സ് ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇത്രയുമാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ബാക്കി പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, take care. Thanks for watching.